പക്ഷേ ഈ കമന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഭാര്യക്ക് സ്വന്തം കാര്യം നിൽക്കുവാൻ കഴിയുന്ന ഒരു ജോലിയോ വരുമാനമോ ഉണ്ടെങ്കിൽ ആ ദാമ്പത്യം വമ്പൻ പരാജയമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അൽഹംദുലില്ലാ 10 വർഷമായിട്ട് ബ്രോ അവള് ജോലിക്ക് പോകുന്നുണ്ട്, ഇതുവരായിട്ട് കുഴപ്പമൊന്നുമില്ല. ബ്രോ അങ്ങനെ പറയരുത് കേട്ടോ, ഒരടക്കം പറയരുത്. നമ്മുടെ ദാമ്പത്യം പരാജയം വരുന്നത് ഒരിക്കലും അതിലൊരു ജോലിയല്ല കാരണക്കാരായിട്ട് വരുന്നത്, വില്ലൻ ജോലിയല്ല. ഒരു പെണ്ണ് ജോലിക്ക് പോകുമ്പോഴേ ഒന്നെങ്കിൽ അവളെ ഭർത്താവിന് വേണ്ടി, അല്ലെങ്കിൽ അവളുടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവളുടെ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ജോലിക്ക് പോകുന്നത്, അല്ലേ? പിന്നെ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന പെണ്ണിനെ സംബന്ധിച്ച് ആണുങ്ങൾ ജോലി ചെയ്യുന്ന പോലെയല്ല, ഒരു പെണ്ണ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. കാരണം നമുക്ക് പുറത്ത് നമുക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഹാപ്പി ലൈഫൊന്നും അല്ലല്ലോ ഉണ്ടാവുക, എല്ലാവർക്കും സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും. അത് ഏത് ജോലിയാണെങ്കിലും നമ്മുടെ ഹയർ അതോറിറ്റിയുടെ കയ്യിൽ നിന്ന്. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരുണ്ടാവും, ഭർത്താവുണ്ടാവും, നമ്മുടെ മക്കളുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുണ്ടാവും. അപ്പം വീടും കാര്യങ്ങളും കുട്ടികളും നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും എല്ലാമായിട്ട് അവൾ ബിസി ആയിരിക്കും. ആ ഒരു സമയത്തായിരിക്കും അതെ, എല്ലാ ദിവസം തന്നെ അവൾക്ക് സ്ട്രെസ്ഫുൾ ലൈഫായിരിക്കും. അതിൽ ചിലപ്പം പരാജയം വരുന്നതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത്, നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലും അഡ്ജസ്റ്റ്മെന്റിലും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക, ഒരു പിണക്കങ്ങൾ തീർക്കാൻ കഴിയണം. അത് ആണുങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ഭർത്താവ് ശരിക്കും അവളെ സപ്പോർട്ട് ചെയ്യണം. അത് അവളുടെ വീട്ടു ജോലിയിലാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും കഴിയില്ല. ഇപ്പം ഇക്ക ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ക്ലീനിങ്ങിന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഫുഡ്, അങ്ങനെ അത് പറയുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ഇതും തോന്നുന്നില്ല. അങ്ങനെയുള്ള ലൈഫ് ആകുമ്പോഴാണ് നമുക്ക് ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്കും ഒരു റിലാക്സേഷൻ, അവർക്കൊരു അതെ. അങ്ങനെയായി ഇപ്പൊ കുട്ടികളെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പം ഇങ്ങനെ അടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എന്താ വെച്ചാൽ പുറമെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഓക്കെ അവൾക്ക് നല്ല ജോലിയൊക്കെ ഉണ്ട്, അവളൊക്കെ പുറത്താണ്, ഭയങ്കര അഹങ്കാരമാണ്. ആ രീതിയിലൊന്നും ആരും പറയുന്നത്. നമുക്ക് ചീത്തയാവണമെങ്കിൽ പുറത്തു പോകണമെന്നില്ല, നമുക്ക് അഹങ്കാരം വരണമെന്നുണ്ടെങ്കിലും പുറത്തു പോകണമെന്നില്ല, വീട്ടിലിരുന്നാലും വരാം. അപ്പോൾ ആരുടെ ജീവിതം പരാജയമൊന്നും ആവരുത്. പിന്നെ നമ്മുടെ ഇപ്പം നമുക്കറിയില്ല ലൈഫ് എങ്ങനെയാണ് മുന്നോട്ട് പോവാന്നുള്ളത്. ഒരു പെണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ കല്യാണം കഴിഞ്ഞ് അവളെ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഡിവോഴ്സോ കാര്യങ്ങളോ എന്തോ ആയിക്കോട്ടെ, അത് പറയണില്ല. പക്ഷെ ഒരു ജോലി അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യം പറയുവാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അവള് ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. പരിധി ഉണ്ടാവും. എത്ര അവർ സഹായിച്ചു കഴിഞ്ഞാലും ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കും അവള് ജോലിക്ക് പോയ നിർബന്ധമാവും. ഇത് ബ്രോ ഒരിക്കലും ഞങ്ങൾ ഈ വീഡിയോ ചെയ്തതിൽ ഒരിക്കലും തെറ്റായിട്ട് എടുക്കരുത്. ഞങ്ങൾക്കറിയാവുന്ന ഒരു മെസ്സേജ് ബ്രോന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.